രാജ്യത്ത് പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചിട്ട് 2 വർഷത്തിലധികമാകുന്നു. എന്നാൽ കേരളത്തിൽ ഇത് യാഥാർത്ഥ്യമായോ അല്ലെങ്കിൽ നടപ്പായോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരാഴ്ചക്കിടയിൽ എനിക്ക് കിട്ടിയ പ്ലാസ്റ്റിക് കവറുകളുടെ എണ്ണമാണ് ഇത്. കഴിഞ്ഞ ദിവസം ഒരു ബേക്കറിയിൽ പലഹാര സാധനങ്ങൾ വാങ്ങുവാൻ ചെന്നപ്പോൾ അത് ഇട്ട് തന്നത് പ്ലാസ്റ്റിക് കവറിലാണ്. ഞാൻ ചോദിച്ചു, ഇത് പ്ലാസ്റ്റിക് അല്ലേ എന്ന്. അപ്പോൾ അവരുടെ മറുപടിയാണ് രസകരം. നിയമം കേരളത്തിൽ മാത്രം ബാധകമല്ലെന്ന് തോന്നുന്നു എന്ന്. കുറേ നാളുകളായി ഞങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ മറ്റുള്ള കടക്കാരും ഇത് ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി ഇതിലേക്ക് മാറാൻ നിർബന്ധിതമാവുകയായിരുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ മിക്ക ഇടങ്ങളിലും പ്ലാസ്റ്റിക് കവറുകൾ സുലഭമാണ്. ഇപ്പോൾ നിയമലംഘനമെന്ന് പറയുന്നത് ബയോ പ്ലാസ്റ്റിക് എന്നുള്ള പേരിലാണ്. ഒരു സാധനം തൂക്കി കൊണ്ടുപോകണമെങ്കിൽ അത് അതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റുകൾ അടങ്ങിയിരിക്കണം. അല്ലാത്തവ ഒരിക്കലും ഒരു കനം കൂടിയ സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട് പോകാൻ സാധ്യമല്ല. കേരളത്തിൽ നടക്കുന്നത് ബയോ എന്ന പേര് എഴുതി വെച്ച് പ്ലാസ്റ്റിക് നിരോധനം കാറ്റിപ്പറത്തുകയാണ് ചെയ്യുന്നത്.